ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്തി പടിവരെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദി ഇയർ ആയിരുന്നു. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു സന്തോഷമാണ്, കാരണം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമുക്ക് അവധിയൊക്കെ ആണല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പെൻഡിങ് ഉണ്ട്, എസ്പെഷ്യലി പപ്പയും മമ്മിയുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കിൽ നല്ല ബിസി ആയിരുന്നു രണ്ടുപേരും. ഡേയ്സും ഇപ്പോഴും തിരക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടാത്തത്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ B&Qയിൽ വന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്കൊരു കുട്ടി ഗാർഡനൊക്കെ ഉണ്ട്. എനിക്കും ഡേയ്സിനും ഗാർഡനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ എൻ്റെ മമ്മിക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. B&Q ഗാർഡൻ സെൻറ്ററിൽ പപ്പനും മമ്മീനെയും കൊണ്ടുവന്നതാണ്. അപ്പോൾ മമ്മി ഇങ്ങനെ പൂക്കളുടെ ഓരോ വിവരണങ്ങളും അതുപോലെ ഏതൊക്കെ ചെടികളാണ് നമ്മൾക്ക് വേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷനിലാണ്. അപ്പോൾ ഇവിടെ B&Q നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരുപാട് ഗാർഡൻ ഫർണിച്ചേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലെ DIY ചെയ്യാനുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ B&Q ആണ് വരുന്നത്. UK എല്ലായിടത്തും ഉണ്ട്, ഇതൊരു ചെയിനാണല്ലോ. നല്ല രസമുണ്ടല്ലോ. ഇത് ഇയർ ആഫ്റ്റർ ഇയർ ആട്ടോ. അപ്പോൾ ഇതേ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്തു. പക്ഷെ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു സീസണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വിൻ്റർ ആകുമ്പോഴത്തേനും എല്ലാം ഒന്നും സർവൈവ് ചെയ്യില്ല. അപ്പം ഇങ്ങനെ ഇലച്ചെടികളൊക്കെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. എന്നാലും ഫ്ലവേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ചെടികൾ എടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഈ ഗാർഡൻ സെൻറ്റേഴ്സിൽ വരാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ സമ്മറിൽ. കാരണം ഇവിടെ വിൻ്റർ ആയി കഴിയുമ്പോഴത്തേനും ആകെ ഒരു ഗ്ലൂമി എന്താ പറയുക വെതറൊക്കെയാണ്. നമ്മളങ്ങനെ പുറത്തിറങ്ങാൻ നമുക്ക് മടി വരും. കാരണം വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ടും, രാവിലെ ആണെങ്കിലും വെളിച്ചം വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ സമ്മർ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. വിൻ്ററിൽ കൂടുതലും ഇൻഡോർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പപ്പയും മമ്മിയും വന്നത് കറക്റ്റ് ടൈമിങ്ങിലാണ്. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഈ സമ്മറിൽ സൺലൈറ്റ് ഓൾമോസ്റ്റ് രാത്രി 9 മണി 10 മണി വരെയൊക്കെ ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് നമുക്കൊരു ഫുൾ ഡേ, ഒരു എക്സ്റ്റെൻഡ് ഡേ ആയതുകൊണ്ട് നല്ല രസമാണ്. പിന്നെന്താ, അപ്പൊ ഇത് മമ്മി നടത്തില്ല ഇതെല്ലാം? മമ്മി ഹാപ്പിയാണോ ചെടി വാങ്ങിച്ചപ്പോ? ഇതൊരു പൂന്തോട്ടമാക്കി എടുക്കാനാണോ പ്ലാൻ? പക്ഷേ പിന്നെ ഫോട്ടോ വെച്ചാൽ മതി. പക്ഷേ ഇതിലേറെ കിടക്കുമായിരിക്കും. ആദ്യത്തെ പ്ലാന്റ് വെക്കുക. പപ്പ അതേ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പ അധികമൊന്നും ചെയ്തില്ല, 5 മിനിറ്റ് ചെയ്തുള്ളൂ. മമ്മിയാണ് എൻ്റെ ആള്. ഈ ഒരു ഗാർഡൻ ഫുൾ മമ്മി കിളച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് വേണം കേട്ടോ. ഞാനൊരു 2 മിനിറ്റ് കളിച്ചപ്പോൾ തന്നെ എനിക്ക് ക്ഷീണമായി. ഇത് വെട്ടിക്കളയാനാണോ? അത് വെട്ടിക്കളത് കേട് നിർത്തുകയേ ചെയ്യരുത്. അതിനകത്തിട്ട് ബാക്കിയെല്ലാം എടുത്ത് ഇത് ഞങ്ങൾ ഒരു ഏഷ്യൻ സ്റ്റോറി വന്ന. അപ്പോൾ ഇവിടെ നമുക്കൊരു 15 മിനിറ്റ്സേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. ഇവിടെ നമുക്ക് ഫിഷൊക്കെ കുറേ കിട്ടും, നമ്മുടെ നാട്ടിലെ ഐറ്റംസൊക്കെ കിട്ടും. ഇവിടെ നിൽക്കുന്ന പയ്യന്മാരൊക്കെ മലയാളീസൊക്കെയാണ്. അപ്പം ഞങ്ങളിത് മലയാളത്തിൽ മീനിൻ്റെ പേരൊക്കെ പറഞ്ഞ് മീനൊക്കെ വാങ്ങിച്ചു. ഞാനും ഡേയ്സും മാത്രമാണെങ്കിൽ ഞങ്ങൾ സാമനാണ് മിക്കവാറും വാങ്ങിക്കാറ്. മമ്മിയും പപ്പയും ഉള്ളതുകൊണ്ട് കുറച്ച് ഡിഫറെൻറ്റ് മീനുകളൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ എല്ലാം കിട്ടുമോയെന്ന്. എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് പൊടികളാണെങ്കിലും മസാല എല്ലാം കിട്ടും. എന്നാലും ഞങ്ങൾ നാട്ടിൽ നിന്ന് മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ പൊടിച്ചുകൊണ്ട് വരാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ കൈലാഷ് മമ്മയിൽ വന്നു. കൈലാഷ് മമ്മ വിളിച്ചിരുന്ന സ്ഥലത്താണ്. ഇതൊരു ടിബറ്റൻ അല്ലെങ്കിൽ ഒരു നേപ്പാളീസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ മോമോസ് സ്പെഷ്യലായിട്ടോ. പിന്നെ നമുക്കിവിടെ ക്രീസി പോക്ക് എന്നൊരു ഐറ്റം ഉണ്ട്. ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെയും ഡേയ്സിൻ്റെയും ഫേവറേറ്റ് ആണ്. ഞങ്ങൾ ആദ്യം കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് താമസിച്ച സ്ഥലമാണ് കേട്ടോ ഈ വോളിച്ചെന്ന് പറഞ്ഞാൽ. കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡേയ്സു ജോലി കഴിഞ്ഞ് വരുമ്പം ക്രീസി പോക്ക് വാങ്ങിച്ചിട്ട് വരുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വൈകിട്ടത്തെ മൂവിയൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടറായിരുന്നു അത്. അങ്ങനെ പപ്പയും മമ്മിയായിട്ട് മോമോസൊക്കെ ട്രൈ ചെയ്തു. നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. നമ്മൾ നാടൻ ഫുഡ് അല്ല കഴിക്കുക. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് നോക്കാവുന്നതാണ്. നമ്മളിവിടെ താലിയൊക്കെ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ ഓക്കെ എന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ സ്റ്റാർട്ടർ ഡിഷസും പിന്നെ മോമോസൊക്കെ നല്ല ടേസ്റ്റാണ്.
നമുക്കിന്ന് പള്ളി പോയാലോ? ഇന്ന് ഒരു സൺഡേ ആണ്, ഞങ്ങൾ പള്ളിയിൽ പോവാണ്. കണ്ടാൽ വിചാരിക്കും ഞങ്ങളെല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് വളരെ കുറവാണ്. പപ്പയും മമ്മിയും വന്നുകൊണ്ടാണ് പോയത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈസ്റ്ററിന് പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ പള്ളി പോക്കൊക്കെ കുറവാണ്. ഇംഗ്ലീഷ് മാസത്തിനാണ് വന്നത് കേട്ടോ. അപ്പം പപ്പയ്ക്കും മമ്മിക്കും ഇവിടുത്തെ പള്ളിയൊക്കെ കാണാം, കുർബാനയൊക്കെ ഒന്ന് കൂടാം എന്ന് വിചാരിച്ച് വന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കുർബാന? മനസ്സിലാവും ഈ ഇംഗ്ലീഷേ. മനസ്സിലായി. അത് കേട്ട്. അത് 4-ാം തീയതി സൺഡേ, അടുത്ത ആഴ്ച. ഇവിടെ ഇങ്ങനെ പള്ളിക്കാരെല്ലാം. അങ്ങനെ സൺഡേ മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു കഫേയിൽ വന്നു. ഇവിടെ വന്നത് നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പപ്പയ്ക്കും മമ്മിക്കും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർക്ക് ഇഷ്ടമായി. പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടിലെ പാലപ്പം, ചിക്കൻ കറി അല്ലെങ്കിൽ ദോശ, സാമ്പാർ അത്രയൊന്നും വരത്തില്ലെന്നാണ് അവരുടെ ഒരു അഭിപ്രായം, വിച്ച് ഇസ് ട്രൂ. കാണുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലാണ് കേട്ടോ. നമുക്കിവിടെ ഒരു നല്ല കമ്മ്യൂണിറ്റിയാണുള്ളത്. അതായത് ഇങ്ങനെ സമ്മറിൽ ഇതുപോലെ ഫെസ്റ്റിവൽ വരും, വിൻ്ററിൽ വരും. രസമാണ് കേട്ടോ. പുറകിൽ ഞാനും ചെറിയൊരു പരിപാടി ചെയ്തായിരുന്നു, ഡാൻസിൽ. നമ്മൾക്ക് ഈ ഒരു ന്യൂ ബിൽഡ് ഹൗസസ് ആണ് കേട്ടോ ഇവിടെ എല്ലാം. അപ്പോൾ ഇവർക്ക് ഈ കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ആക്ടിവിറ്റീസൊക്കെ വരും, ഇടയ്ക്ക് ഫെയർസ് വരും, അതുപോലെ ക്രാഫ്റ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ലേക്ക് ഉണ്ടല്ലോ, ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഇതൊക്കെ കാണുന്നത്. ചോക്ലേറ്റ്, സ്ട്രോബെറി, രണ്ടും വേണം. ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം കൊച്ചിന് കഴിക്കാം, പപ്പയ്ക്ക് ട്രൈ ചെയ്യാം, അമ്മയ്ക്ക് ട്രൈ ചെയ്യാം, ആർക്കും വേണമെങ്കിൽ ഞാൻ കഴിക്കാം. നമുക്കിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ചുറ്റിനും താമസിക്കുന്ന ആളുകൾ, കാരണം നാട്ടിലത്തെ പോലെ ഒരു റിലേഷൻ അല്ല ഇവിടുത്തെ ആളുകൾ തമ്മിൽ, നെയ്ബേഴ്സ് തമ്മിൽ. ജസ്റ്റ് ഹായ് ബൈ ഒക്കെ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി താമസിക്കുന്നവർ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്ന് ജസ്റ്റ് നമ്മൾ സംസാരിക്കും. പിന്നെ ഇതുപോലെ സ്റ്റോൾസൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അതൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് നമുക്ക് തരുന്നൊരു സംഭവമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ഏരിയ ഇഷ്ടമാണ്. സോ ഫാർ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഒരു ചായക്കടക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറേ ദൂരം നടന്നു. അങ്ങനെ മമ്മി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ദോശ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, അതായത് ദോശ മാവ് അരയ്ക്കുന്നത്. കാര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം മിക്സി ഇപ്പോഴാണ്, പപ്പയും മമ്മി വന്നപ്പോഴാണ് മിക്സി കൊണ്ടുവന്നത്. അതുവരെ നമ്മൾ മറ്റേ ഷേക്ക് അടിക്കുന്ന സാധനം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. എനിവേ ഇങ്ങനെ ദോശ ഉണ്ടാക്കി തുടങ്ങി. ഇപ്പോൾ സ്ഥിരം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് അപ്പം ഇതൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നത്. മിക്കവാറും നമ്മൾ ഓട്സോ സ്മൂതി ഷേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ കാണുന്നത് ഞാൻ പോക്ക് ഉണ്ടാക്കുകയാണ്. ഈ പോക്ക് ഉണ്ടാക്കാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ നാട്ടിൽ നമ്മുടെ അങ്ങോട്ട് പോക്കൊന്നും അത്ര ഫേമസ് അല്ല. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് ഒരു തവണ കഴിച്ചിട്ടുള്ളൂ. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്, കാഞ്ഞിരപ്പള്ളി. അതിനുശേഷം ഞാൻ കഴിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിനായിരിക്കും. ഡേയ്സിൻ്റെ വീട് വൈക്കമാണ്. അപ്പോൾ അവിടെ ഇത് ഭയങ്കര നോർമലാണ്. അവർക്ക് പോക്ക് നമ്മൾ ബീഫ് വാങ്ങിക്കുന്ന പോലെയാണ് അവർ പോക്ക് വാങ്ങിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഇത് അത്ര താല്പര്യമില്ലായിരുന്നു, പക്ഷെ പിന്നെ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് അവർക്കും ഇത് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഓർത്തു എൻ്റെ സ്റ്റൈലിലൊരു പോക്ക് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പോക്ക് ഫ്രൈ ആണോ റോസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, കുറച്ച് ഫ്രൈ പോലെ തന്നെ ഉണ്ടാക്കും. ഞാനെന്തോ കുക്ക് ചെയ്യുന്നതിൽ കോൺഫിഡൻസ് ഉള്ളൊരു സാധനമാണ് പോക്ക്. അതുകൊണ്ട് അതാണ് ചെയ്യണത്. ഈസിയാണ് കേട്ടോ റെസിപ്പി. നന്നായിട്ട് വേവിക്കണം പോക്കായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂഷ്വൽ ബീഫൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിന് ഒരുപാട് മസാലകളും ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കാരണം ഇതിൽ നിന്ന് തന്നെ കുറേ നെയ്യ് ഉണ്ടാവും. പിന്നെ ഞാനിതിൽ മെയിനായിട്ട് ഗാർലിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ജിഞ്ചറിനേക്കാൾ. ജിഞ്ചർ വളരെ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ നല്ല ക്ഷമ വേണം, കാരണം ഇത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയാണ് നമ്മൾ റോസ്റ്റാക്കി എടുക്കുന്നത്.
മമ്മിക്ക് നാട്ടിൽ എന്തെല്ലാം പണി അത് നോക്കുവാന്ന് ഇതൊന്നുമില്ല. പിന്നെ ഗാർഡൻ ഒരുമാതിരിയായി എല്ലാവരും ചെയ്ത് വയ്ക്കുവാനും പപ്പായും സഞ്ജുവും എല്ലാം ചെയ്തു. പിന്നെ മമ്മിയാ എന്നാലും മെയിനായിട്ട് ചെയ്തു. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് നീ പാചകമൊക്കെ ചെയ്യുമല്ലേ. പിന്നെ നല്ല പോർക്കും പിന്നെ ചിക്കനും അടിപൊളിയാണ് കഴിക്കാം നമുക്ക്. എന്തായാലും ഗാർഡൻ ഇപ്പൊ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞു. ഇത്രയും നമുക്ക് നല്ലതായിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കി ഇച്ചിരി ഭാഗം കളക്കാം. ഞാൻ ലാസ്റ്റ് പോർഷൻ കുറച്ച് കിളച്ചെടുക്കാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ചെയ്ത് നമുക്ക് സീഡ്സ് ഇടണം. അതൊന്നുകൂടെ വൃത്തിയാക്കണം. ഇന്നലെ ഒത്തിരി പണി ചെയ്തു. കൊച്ചും കിളച്ചു. ഓക്കെ അമ്മ, അപ്പൊ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്തിട്ടേ നമുക്ക് എന്നാ ഇനിയും ഇതൊക്കെ ഒരു ചായ ഒക്കെ കുടിക്കാം ആദ്യം. ഇത് നമ്മൾ ഒന്ന് പുറത്ത് പോകണം കേട്ടോ. ഞാനും പപ്പയും മമ്മിയും മാത്രം. ഡേ ഔട്ടാണ്. ഡേയ്സു ഓഫീസിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവർ തിരിച്ച് പോകാറാകുന്നു. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് വന്നതാണ്. നമ്മൾ കോസ്റ്റൽ വന്ന് ആദ്യം ഒരു കോഫി ഒരു കേക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ ഇവിടെ. അല്ലാത്തപ്പോഴും സന്തോഷം ഉണ്ടില്ല എന്നല്ല, എന്നാലും പപ്പയും മമ്മിയും ഉള്ളപ്പോൾ വേറൊരു ഫീലായിരുന്നു. ഗാർഡൻ അപ്പോൾ മമ്മി കളിച്ചത് ഇവിടെ വരെ എത്തി. ഓൾമോസ്റ്റ് ഫുൾ ഗാർഡൻ നമ്മൾ ക്ലിയർ ചെയ്തു. ലോണിലുള്ള ഗ്രാസ് എല്ലാം പോയിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ എല്ലാം ഒന്ന് എയറേറ്റ് ചെയ്ത് പുതുതായിട്ട് നടാനാണ് പ്ലാൻ. ആൽക്കഹോൾ അമ്മി എത്ര വൈൻ? അത് 13%. കുറവാ. ഇത് എവിടുന്ന് മേടിച്ചോ? ഇത് വീട്ടിലിരുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല. അല്ല, ഒന്ന് അടിച്ചു നോക്കിയാൽ കുടിച്ചു നോക്കും. ഇഷ്ടപ്പെട്ടില്ല. അത് മധുരം ഇല്ല. എനിക്കിത് ഇഷ്ടമല്ല. മധുരമുള്ളതാ ഇഷ്ടം. എനിക്കതും വേണ്ട ഇതും വേണ്ട. എനിക്ക് തലയ്ക്ക് പരിക്കും പേച്ച്. എന്നിട്ട് ഇതിനെ കുടിക്കണേ. ഇത് നീ പറഞ്ഞില്ലേ കുടിച്ച് നോക്കാൻ. മധുരം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മസാല ചിക്കൻ കറി. ആദ്യമായിട്ടാണോ പപ്പ ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ദുബായ് വെച്ച് മീനും ഉണ്ടാക്കി. നല്ലതാണ് ചിക്കൻ കറി. ഇവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. നല്ലതാണല്ലേ? നമുക്ക് നോക്കാം, ഇന്ന് കഴിച്ചു നോക്കാം നല്ലതാണോ. ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ വെച്ച്. അത് നമ്മുടെ വൈഫിന് പേടിയായിരുന്നു. എന്താ? അമ്മച്ചിയെ പേടിച്ചിട്ട് ഞാൻ ആദ്യമേ വന്ന കാലം അപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വന്ന കാലം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയാകുമ്പോ കുറ്റം പറയത്തില്ല. മുമ്പാ എനിക്ക് തോന്നുന്നു 40 വർഷം മുമ്പ്. 42 വർഷം മുമ്പാണ് അത് ഉണ്ടാക്കിയത്. ബീഫ് 42 വർഷം മുമ്പ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പപ്പ കുക്ക് ചെയ്തിട്ട് ഒരു ഫുഡ് കഴിക്കുന്നത്. പപ്പ അങ്ങനെ കുക്ക് ചെയ്യുന്ന ആളല്ല, പക്ഷേ പപ്പ ചിക്കൻ കറി ഉണ്ടാക്കി. നല്ലതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. റെസിപ്പി ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നല്ലതായിരുന്നു. പപ്പ എനിക്ക് തോന്നുന്നു പപ്പ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു 44 ഇയേഴ്സ് മുന്നാണ്. കഴിഞ്ഞൊരു 44 ഇയേഴ്സിൽ 2 തവണ പപ്പ കുക്ക് ചെയ്തിട്ടുള്ളൂ. ഒന്ന് മേ ബി ഒരു 10 ഇയേഴ്സ് മുന്നേയും അതിന് മുമ്പ് ഒരു 44 ഇയേഴ്സിന് മുന്നെയാണ് ബീഫ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു സ്പെഷ്യലായിരുന്നു. അങ്ങനെ പപ്പ കുക്ക് ചെയ്തത് ഞാൻ കഴിക്കാൻ പറ്റി. പിന്നെ ഈ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ബിരിയാണിയും പപ്പയുടെ സ്പെഷ്യൽ ചിക്കനുമായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ ഇത് കുറേ ദിവസത്തെ വ്ളോഗ്സാണ്, കുറേ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ. പലപ്പോഴായിട്ട് നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ നാൻഡോസിൽ വന്നതാണ്. നാൻഡോസ് ഇവരെ എക്സ്പ്ലോർ ചെയ്യാം. നാൻഡോസിലെ ചിക്കനൊക്കെ ഇവർക്ക് ഒന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ച് വന്നതാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഇവരെ കൊണ്ടുപോയി. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി. UK ഒക്കെ ഒന്ന് കറങ്ങി കണ്ടു. നമ്മളുടെ കൂടെ ഒരു 1 മന്ത് ഉണ്ടായിരുന്നു പപ്പയും മമ്മിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ സന്തോഷമുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. അതും ആദ്യമായിട്ടാണ് ഞാനും ഡേയ്സും കൂടെ ഉള്ള സമയത്ത് പപ്പയും മമ്മിയും ഇവിടെ വരണത്.
അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു പപ്പയും മമ്മിയും അതുപോലെ ഹാപ്പിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഗാർഡൻ സീനാണ്. നല്ല ഫ്ലവേഴ്സും നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ടൈം. കുറേ പൂക്കൾ വന്നു, ചെടികൾ എല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും മമ്മിയുടെ ഒരു ഹാർഡ് വർക്കാണ് കേട്ടോ മെയിനായിട്ട്. ഞാനും ഡേയ്സും ഡെഫിനറ്റ്ലി ഞങ്ങളെല്ലാവരും കുറച്ച് ഹെൽപ്പ് ചെയ്തെങ്കിലും മമ്മിയാണ് മെയിനായിട്ട് എല്ലാം ചെയ്തത്. പിന്നെ ഇതേ സൺഫ്ലവേഴ്സ് കണ്ടോ, എനിക്ക് എല്ലാ ഇയറിലും നടാൻ ആഗ്രഹമുള്ളൊരു ഒരു പ്ലാന്റാണ് സൺഫ്ലവർ പ്ലാന്റ്. കാരണം കറക്റ്റ് നമ്മുടെ ആ ഓണമൊക്കെ ആകുമ്പോഴത്തേനും ഈ പൂക്കൾ വരും. നല്ല രസമാണ്. ഗാർഡനിൽ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഹൈലൈറ്റാണ്. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ വന്നത്. ശരിക്കും ഈ വർഷം വരില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അത് ഫൈനലി വന്നപ്പോൾ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കുറച്ച് സീസണിലായതുകൊണ്ട് പെട്ടെന്ന് പോവും. എന്നാലും നമ്മുടെ ഗാർഡനിൽ ഇത് വന്നു കഴിയുമ്പോൾ എനിക്കിങ്ങനെ അത് നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. മമ്മി കിളച്ച് അത്രയും നട്ടതാണ്. അത് വീണ്ടും നല്ല ഭയങ്കര സ്ട്രെങ്ത്തിലാണ് അത് വന്നേക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഇതിൽ 1-2 വീഡിയോസ് പപ്പയും മമ്മിയും തിരിച്ച് നാട്ടിൽ പോയിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തത് മമ്മിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മമ്മിയുടെ ഹാർഡ് വർക്കല്ലേ. അപ്പോൾ നല്ല രസമായിട്ട് വളർന്നു കേട്ടോ. നമ്മൾ ഫുള്ളെടുത്ത് കളഞ്ഞിട്ടാണ് ഈ സീഡ്സ് ഇട്ടത്. അങ്ങനെ പപ്പയും മമ്മിയും 1 മന്ത് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ദേ ഇന്ന് അവർ പോകുന്ന ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമായിരുന്നു. ഐ മീൻ അത് ഊഹിക്കാമല്ലോ നിങ്ങൾക്ക്. നമ്മുടെ കൂടെ ഒരു മാസം നിന്ന് അവർ പോകുമ്പോൾ ഒരു പെട്ടെന്നൊരു എംപ്റ്റി ഫീലിംഗ് ആയിരുന്നു അടുത്തൊരു 2-3 ദിവസം. പക്ഷേ എനിക്കറിയായിരുന്നു വിൽ ബി ബാക്ക് ടു നോർമൽ. കാരണം അങ്ങനെയാണ് ലൈഫ്, അങ്ങനെയാണല്ലോ. എന്തായാലും ഞാൻ ആകെ ആശ്വസിക്കുന്നത് ഉടൻ തന്നെ ഞങ്ങളും നാട്ടിൽ പോകാൻ പ്ലാനുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. പക്ഷേ എന്നാലും പപ്പയും മമ്മിയും നമ്മുടെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. ഡേയ്സും അത് തന്നെ, രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മൊമെൻറ്റ്സാണ് ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ലൈഫിൽ വേറെ എന്തൊക്കെ അച്ചീവ് ചെയ്താലും നമ്മുടെ ഫാമിലി, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.